നിയമം പാലിക്കണമെന്ന് 100 പേർക്ക് പറഞ്ഞാൽ ആരും കേൾക്കില്ല സാർ. എന്താ ഇങ്ങടെ ഇൻഡിക്കേറ്റർ ഇട്ടേക്കണ? ഇങ്ങോട്ട് തിരിയുമ്പോൾ ഈ സൈഡ് ഇൻഡിക്കേറ്ററല്ലേ ഇടണ്ടേ? ഇവിടെ ഒതുക്കേക്ക്, ഇവിടെ ഒതുക്കേക്ക്. എല്ലാം ഓക്കെയാണോ? പേപ്പറൊക്കെ ഓക്കെയാണോ? ഓക്കെയാണോ? പേപ്പറെല്ലാം കറണ്ടല്ലേ? പേപ്പർ കിട്ടി സാറേ. സാറേ മന്മഥ സാറല്ലേ? മന്മഥ സാറല്ലേ? സാറേ ഞാൻ സാറിൻ്റെ ഒരു വലിയ ഫാനാ സാറേ. സാറിന്റെ റീലൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, അത് മരണമാസാ. ശരിക്കും പറഞ്ഞാൽ സാറിന് എൻ്റെ ഇടയ്ക്ക് ഒരു മണിമുറ്റത്ത് മറ്റേ സുരേഷ് ഗോപിയുടെ സാറേ ചില ആംഗിളിലൊക്കെ സാറിനെ കാണുമ്പോൾ മൂപ്പരെ പോലെ തന്നെയുണ്ട്. ഇവരൊന്നും ഒന്നും അല്ല സാറിന് മുന്നിൽ. അങ്ങനെയൊന്നും പറയില്ല, അദ്ദേഹമൊക്കെ വലിയ പ്രതിഭയാണ്. അദ്ദേഹത്തിന് മുന്നിൽ നമ്മളൊക്കെ വെറും മുഴുവാണ്. സാറ് സിനിമയൊക്കെ ഒന്ന് ട്രൈ ചെയ്തോ സാറേ. ഇത് നമ്മൾ വെറുതെ ഒരു രസത്തിന് ചെയ്യണല്ലേ സാറേ? സീരിയസ് ആയിട്ട് എടുക്കുക സാർ, രസത്തിനല്ല സീരിയസ് ആയിട്ട് എടുക്കുക. സാറൊക്കെ വന്നു കഴിഞ്ഞാൽ പല നടന്മാർക്കും ഭീഷണിയാണ്. നമ്മളെ ഡ്യൂട്ടി ടൈമിലൊന്ന് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. സാർ ഇവിടെ ഉണ്ടാവല്ലേ? എപ്പോഴും ഇവിടെ ഉണ്ടാവും വന്നു കഴിഞ്ഞാൽ സാറേ? ഇവിടെ അല്ല, റെയിൽവേ സ്റ്റേഷനിലാണ്. എൻ്റെ ഒരു ചെറിയ മോൻ, എനിക്ക് വിളിച്ചു പറയാൻ തോന്നുന്നു അവരൊക്കെ. എൻ്റെ മോനൊക്കെ, എൻ്റെ ചെറിയൊരു മോനുണ്ട്, സാറിന് വലിയ ഫാനാ. ചോറ് നമുക്ക് സാറിന്റെ റീലാ കാണണ്ടേ സാർ? ഒരു ഫോട്ടോ എടുത്തിട്ട് അവനൊക്കെ ഒന്ന് കാണിക്കാൻ. ഓ പിന്നെന്താ സാറേ? അങ്ങനെയല്ല സാറേ, സാർ മന്മഥ സാർ മതി. കുഴപ്പമില്ല, എനിക്ക് മന്മഥ സാർ മതി സാറേ. സാറേ ഇനി സാറേ ഒരു രക്ഷയില്ല സാറേ, ഇനി ഇറക്കണം കണ്ടു. ഇങ്ങനത്തെ ഞാൻ വെറൈറ്റീസ് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നത്. വലിയ സന്തോഷം സാറേ കണ്ടു. ഞാൻ ഷെയ്ക്കേണ്ടി വന്നോട്ടെ, വേറെയിലൊക്കെ വന്നു ഒരു ഷെയ്ക്കേണ്ടി. താങ്ക് യു സാറേ. ഓക്കെ സാർ, താങ്ക് യു സാർ, സന്തോഷം. എന്താ മന്മഥ, എന്താ സംഭവം? ഓക്കെയാണ് സാർ. എന്തോ ഓക്കെയാണ്? ലൈസൻസ് ഇതാ? ഇൻഷുറൻസാ? ഉണ്ട് സാർ. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. നമുക്കോ സാറിനെ കണ്ടിട്ടില്ല. ചെല്ല് എനിക്ക് അങ്ങനെ കൊങ്ങനെ കളിക്കാനല്ല പണി. അടുത്ത വണ്ടികൾ ശ്രദ്ധിക്കട്ടോ, വണ്ടികൾ പോകണം ശ്രദ്ധിക്കും. ഡോക്ടറെ വണ്ടിയായിട്ട് ഇറങ്ങിയിരിക്കുക. സാറ് കത്തി കയറാണ് നമ്മളുണ്ടായില്ല അതിനകത്ത്. നമ്മൾ ഈ പിറകിലല്ലേ കളിച്ചിരുന്നത്, സാറാണല്ലോ ലീഡ് ചെയ്തിരുന്നത്. അപ്പൊ സാറ് തന്നെയാണ് ശ്രദ്ധിക്കുള്ളത്. സാറേ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടാ. നല്ല സർവീസ് ചെയ്തിട്ട് പേരുണ്ടാക്കണം, അല്ലാതെ ഇവ കോമാളിത്തരം ചെയ്തിട്ടല്ല.
ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ അല്ലേ? കലക്കി സൂപ്പർ ആ, കുഴപ്പമില്ല. ഗംഭീരം. എല്ലാരും പൊളിച്ചു കേട്ടാ. മനസ്സിലായി? സാറേ നന്നായിട്ടോ സാർ, സൂപ്പറായിട്ടുണ്ട്. സാറിന്റെ കയ്യിൽ ഇത്രയും സംഭവമൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ സാറേ. സാറേ ഞാനൊരു സജഷൻ പറഞ്ഞോട്ടെ. അതായത് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ലൊരു കണ്ടന്റ് എടുത്ത് റീൽ ചെയ്ത് അത് വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിലെ ഏറ്റവും നല്ല റീൽ ചെയ്യണ സർക്കാർ ഓഫീസിൽ നിന്നുള്ള ബഹുമതി നമുക്ക് കിട്ടും. അല്ലേ സാറേ? ഭാവിയിൽ ഈ സ്റ്റേറ്റ് അവാർഡൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ചാൻസ് ഉണ്ട്. തന്നെപ്പോ ആരെങ്ങോട്ട് വിളിച്ചേ? തന്നോട് വല്ല വിധത്തിലുള്ള അഭിപ്രായം ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. താൻ കുറെ റീൽ ഇവിടെ ഉണ്ടാക്കിയാലോ? ഈ താൻ തന്റെ ഡ്യൂട്ടി എന്താണ് അത് ചെയ്യേ? സാറേ ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞാണ് വന്നത്. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആര് പറഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞു? ആര് പറഞ്ഞു? താനേ ഒരു കാര്യം ചെയ്യ്. താൻ നമ്മുടെ SN കോളേജിന്റെ അവിടെ പൂവാല ശല്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. താൻ അവിടെ ചെന്നിട്ട് അതിന്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അത് വേണ്ട. ഞാൻ അവിടെ ചെന്ന് സെൽഫി എടുക്കലും പരിപാടി. ജില്ലാ ഹോസ്പിറ്റലിൽ ഒന്നും ചെയ്യില്ല. അവിടെ ഒന്നും ചെല്ലും. സാർമാർ കുറവാണെന്ന് പറയുന്നത്. അവിടെ ആ പുഴയിൽ വീണ് മരിച്ചൊരുത്തിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്നുണ്ട്. അത് ആരൊക്കെ വന്ന് കുടുംബാംഗങ്ങളൊക്കെ വന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തൊക്കെ പറയുന്നുണ്ട് അത് ചെന്ന് അതൊക്കെ ഒന്ന് നിയന്ത്രിക്ക്. പിന്നെ അതിന്റെ ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് വാ കേട്ടാ. ഇനി നമ്മള് അടുത്ത ചെയ്യാൻ പോകുന്ന റീൽ എന്ന് പറയണതേ കുറേയും കൂടി ഭംഗിയായിട്ടുള്ള വേറെ സംഭവം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യണം കേട്ടാ. അത് പിന്നെ നിങ്ങൾ ഈ മന്മഥ സാറുമായിട്ടുള്ള റീൽ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങോട്ട് നിർത്തിക്കോട്ടോ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? അല്ല അത് വേണ്ട. ആ പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല കേട്ടാ. അതെങ്ങാനും ഞാൻ ഇനി കേട്ടാൽ സസ്പെൻഷൻ ഉറപ്പാണ് കേട്ടോ. കാര്യം മനസ്സിലായിക്കോ. പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു കണ്ണിച്ചോറില്ലാത്ത ആളോ കലാബോധമില്ലാത്ത ആളൊന്നല്ല. നിങ്ങൾക്ക് അങ്ങനെ റീൽ ചെയ്യണം എന്ന് വെച്ചാൽ വല്ലാതെ അങ്ങോട്ട് വീർപ്പ് മുട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളോട് സഹകരിക്കാം. അത് പറയാം. മതി സാർ. ഇപ്പൊ എടുത്തത് എടുത്തവിടെ ഒന്നോട്ടെ. നിങ്ങളെല്ലാവരും കുറച്ചും കൂടെ ഒക്കെ ഒന്ന് നന്നാവാണ്ട്. കുഴപ്പമില്ല, അടുത്തതിൽ ശരിയാക്കാം. അതെങ്ങനെയുണ്ട്? അത് സൂപ്പറായിട്ടുണ്ട് സാർ.